ഇന്നിവിടെ എടുക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഈ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്വരാജ് മാർട്ട് ഫർണിഷസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നോക്കാം. അപ്പോൾ സ്വരാജ് മാർട്ട് ഫർണിഷസ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ട്രാൻസാക്ഷൻസ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഏപ്രിൽ 2010 ആർ ആസ് അണ്ടർ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏപ്രിൽ 2010 ആ ഒരു മാസത്തെ ട്രാൻസാക്ഷൻസ് ആണ് നമുക്കിവിടെ തന്നേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം. ഡേറ്റ് കോളത്തിൽ പറയുന്നുണ്ട് 1/4/2010 ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് റുപ്പീസ് 1,50,000. 1,50,000 ഒരു ബിസിനസ്സാണ് അവർ ആ മാസം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കവിടെ 2 എലമെൻറ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ക്യാഷ് കൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ക്യാഷ് എന്തായിട്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്? ക്യാപിറ്റലായിട്ട്. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസിനെ ഇങ്ങനെ എഴുതും: ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. 2 എൻട്രി വന്നല്ലോ. അപ്പം നമ്മൾ ഈ ജേണലിൽ അത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുക. ഇപ്പം നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ബുക്സ് ഓഫ് സ്വരാജ് മാർട്ടിൻ്റെ ബുക്കാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ആ ഹെഡിങ് ആദ്യം കൊടുത്തു. എന്നിട്ട് ജേണലിൽ എഴുതണം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കോളം വരയ്ക്കണം, പർട്ടിക്കുലേഴ്സ് കോളം വേണം, LF കോളം വേണം, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അതിലെ ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും വലിയ എമൗണ്ട് കോളം രണ്ടും ഒരേപോലെ ആകണം. ഇച്ചിരി വലിപ്പം വേണം. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയാണ്, അത് ചെറുതായിട്ട് മതി. പിന്നെ പർട്ടിക്കുലേഴ്സ് കണ്ടന്റ് എഴുതാനാണ്, അത് നന്നായിട്ട് വേണം. ഇനി ഡേറ്റ് കോളം ചെറുത്, ഡേറ്റ് എഴുതാൻ വേണ്ടി മാത്രം. ഇനി നമ്മൾ നോക്കേണ്ടത് ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1/4/2010. അപ്പോൾ 2010 എന്ന് നമ്മൾ ഡേറ്റ് കോളത്തിൽ എഴുതണം. എന്നിട്ട് ഏപ്രിൽ 1 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് റുപ്പീസ് 1,50,000. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്? ക്യാഷ് കൊണ്ട്. അപ്പോൾ 2 എലമെൻ്റ് അവിടെ വന്നു. ക്യാഷും വന്നു, ക്യാപിറ്റലും വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 1,50,000. അത് ആ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ തന്നെ എഴുതണം, പ്രോപ്പർ കോളത്തിൽ. ടു ക്യാപിറ്റൽ എത്രയാണ്? 1,50,000. ആ ടു ക്യാപിറ്റൽ എന്നുള്ളത് ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ നേർക്ക് ക്രെഡിറ്റ് കോളത്തിൽ മാത്രം. ഇനി ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡെബിറ്റ് എമൗണ്ട് ആൻഡ് ക്രെഡിറ്റ് എമൗണ്ട് ആർ ഈക്വലൈസിങ്. രണ്ടും ഈക്വലായി. നമ്മുടെ എൻട്രീസ് ഒന്നും തെറ്റിയിട്ടില്ല. ഇനി നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്നുള്ളത്, അത് അതുപോലെ ഇവിടോട്ട് എഴുതുക. അതിനെ പറയുന്ന പേര് നറേഷൻ എന്നാണ് പറയുന്നത്. അത് നമ്മളെപ്പോൾ ഒരു എൻട്രി എഴുതിയാലും അതിന് ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ആ എൻട്രി എഴുതി കഴിയുമ്പോൾ അതിനൊരു നറേഷൻ കമ്പൽസറി ആയിട്ട് എഴുതിയിരിക്കണം. ഒന്നും എഴുതാൻ അറിയത്തില്ല, ക്വസ്റ്റ്യനെങ്കിലും അതുപോലെ എടുത്ത് എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/4/2010 ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ റുപ്പീസ് 36,000. 36,000 ഒരു ഗുഡ്സ് ആരിൽ നിന്ന് വാങ്ങി? മനീഷയിൽ നിന്ന്. ഇവിടെ ഫ്രം എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ്റെ മീനിങ് ഒക്കെ അറിഞ്ഞിരിക്കണം. നിന്ന്, ആരിൽ നിന്ന്? മനീഷയിൽ നിന്ന്. അപ്പോൾ ഇവിടെ 2 എലമെൻറ്റ് വന്നു. നമ്മൾ എന്താണ് വാങ്ങിയത്? ഗുഡ്സ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതുക, അല്ലെ പർച്ചേസസ് അക്കൗണ്ട് ഒന്നുകൂടെ സ്യൂട്ടബിൾ ആയിട്ട് എഴുതേണ്ടത്. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു മനീഷ എത്ര? 36,000. അപ്പം നമ്മൾ ഏപ്രിൽ 1 എമൗണ്ട് കോളത്തിൽ കൊടുത്തു. പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 36,000. ടു മനീഷ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും 36,000. ഇത് എഴുതി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? ഒരു എൻട്രി എഴുതി കഴിയുമ്പോൾ നമ്മൾ എന്ത് കമ്പൽസറി ആയിട്ട് എഴുതണം? അതിൻ്റെ നറേഷന്. അപ്പോൾ ആ നറേഷൻ എഴുതാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ, അത് അതുപോലെ ഇങ്ങോട്ട് എഴുതി. അപ്പം നമുക്കിപ്പോൾ 2 ക്വസ്റ്റ്യന് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/4/2010 സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് റുപ്പീസ് 2,200. സ്റ്റേഷനറി പർച്ചേസ് ചെയ്ത് എങ്ങനെ? ക്യാഷ് കൊണ്ട്. അപ്പം നമുക്കിവിടെ എന്താണ് വന്നത്? സ്റ്റേഷനറി കിട്ടി. അതുകൊണ്ട് നമ്മൾ സ്റ്റേഷനറിയെ ഡെബിറ്റ് ചെയ്തു. എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റേഷനറി വാങ്ങിയത്? ക്യാഷ് കൊടുത്തിട്ട്. അതുകൊണ്ട് ആ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പം നമ്മുടെ ഇവിടെ വന്ന 2 എൻട്രി എന്ന് പറയുന്നത് സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 2,200. ഇനി അത്
നമ്മളെങ്ങനെ ജേണലൈസ് ചെയ്യുമെന്ന് നോക്കാം. അപ്പം എമൗണ്ട് സെയിം എമൗണ്ട് തന്നെ, സോറി ഡേറ്റ് എന്ന് പറയുന്നത് സെയിം ഡേറ്റ് തന്നെ, 2/4/2010, സോറി 1/4/2010. അപ്പോൾ സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് അല്ലേ. അപ്പം നമ്മളവിടെ നോക്കേ, April 1 സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 2200 ടു ക്യാഷ് എന്നുള്ളിടത്തും ക്രെഡിറ്റ് കോളത്തിലെ 2200. ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മളിനി ഇതിൻ്റെ നറേഷനൂടെ കംപ്ലീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ അതിൽ പറയുന്നുണ്ട് സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, അതുപോലെ ഇവിടെ എഴുതി കണ്ടോ. ഇപ്പം നമുക്ക് 3 ക്വസ്റ്റ്യന് ജേണൽ എൻട്രീസും എഴുതി, അതിൻ്റെ പിന്നെ നറേഷനും എഴുതി. ഇപ്പം ഈ 3 ജേണൽ എൻട്രീസും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലൈസ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യന്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2/4/2010 ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI ഫോർ ₹35,000. 35,000ൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 2-ാം തീയതി April 2. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമുക്ക് എന്താണ് അവിടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് അവിടുത്തെ റിസീവറാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ഇവിടെ കോൺട്രാ എൻട്രി വന്നു, 2 എൻട്രി എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ എൻട്രി എഴുതാൻ പോവുകയാണേ. April 2 എഴുതി, April 2 എഴുതി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എത്രയാണ്? ബാങ്ക് അക്കൗണ്ടിന് നേരെ 35,000, ടു ക്യാഷിന് നേരെ 35,000. എന്നിട്ട് നമ്മളവിടെ നറേഷൻ എഴുതി ഓപ്പൺ ഡേ ബാങ്ക് വിത്ത് SBI. തീർന്നു. ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലൈസ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് April 2, 2010 ഗുഡ്സ് സോൾഡ് ടു പ്രിയ ഫോർ ₹16,000. ഗുഡ്സ് വിറ്റു, സോൾഡ് എന്ന് പറയുമ്പോൾ വിറ്റു. ആർക്കാണ് വിറ്റത്? ടു പ്രിയയിലേക്ക്. അപ്പം നമുക്ക് അവിടുത്തെ റിസീവർ എന്ന് പറയുന്നത് ആരാ? പ്രിയയും സെയിൽസുവേ അവിടുത്തെ 2 എലമെൻ്റ് ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ എൻട്രി പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. April 2 പ്രിയ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 16,000 ടു സെയിൽസ് 16,000. ഇനി നമ്മളവിടെ നറേഷൻ എഴുതി ഗുഡ്സ് സോൾഡ് ടു പ്രിയയ്ക്ക് പിന്നെ ഗുഡ്സ് വാങ്ങി, സോറി ഗുഡ്സ് വിറ്റു. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാഷ് പൈസ കിട്ടിയ കഥയൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളത് അവിടെ ഫിനിഷ് ചെയ്ത്, എൻ്റെ ഈ ഒരു പേജ് ഇവിടെ ഫിനിഷ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനിവിടെ പിന്നെ അത് ടോട്ടൽ ചെയ്യാൻ പോവാം. ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും ഈക്വലായിട്ടാണ്. ടോട്ടൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 2,39,200 ആണ്. 2 ഇടവും. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തത് കറക്റ്റായിട്ടാണ്.